എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷാർജയിൽ നിന്നും ഹത്ത എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ദുബായിലെ ഹത്ത എന്ന് പറയുന്ന ഈ പ്രദേശം ഒമാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ട് സൈഡിലും നല്ല മനോഹരമായ മരുഭൂമികളാണ്. അതിൻ്റെ നടുക്കൂടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലെ പച്ചപ്പിനിടയിൽ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണുവാൻ സാധിക്കും. മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന വലിയ വലിയ കുന്നുകളും മലകളും, അതിനിടയിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഹത്ത ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുവാൻ കാരണം അവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ്. വലിയ വലിയ മലകളും കുന്നുകളും പാറക്കെട്ടുകളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഹത്തയോട് അടുക്കുകയാണ്. ഈ മലകളുടെ മുകളിലായിട്ട് വളരെ പ്രശസ്തമായ ഹത്തയിലെ ഒരു ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ആ ഡാമിൻ്റെ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവധി ദിവസമായതിനാൽ വളരെയേറെ തിരക്ക് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ തിരക്കുള്ള ദിവസങ്ങളിൽ ഡാമിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ സ്വന്തം വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കില്ല. ഡാമിൻ്റെ മുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ബസ്സിലേക്ക് കയറുവാൻ വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വലിയ മലകൾക്ക് നടുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഡാമും അതിനുള്ളിലെ കയാക്കിങ്ങും ഇവയാണ് ഈ സ്ഥലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഡാമിനുള്ളിലെ കയാക്കിംഗ് ആസ്വദിക്കാനായിട്ട് പലതരത്തിലുള്ള ബോട്ടുകൾ നമ്മൾക്കിവിടെ ലഭ്യമാണ്. സിംഗിളായിട്ടും ഫാമിലിയായിട്ടും ഗ്രൂപ്പുകളായിട്ടും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ബോട്ടുകൾ നമ്മൾക്കിവിടെ ലഭ്യമാണ്. ഇവയൊക്കെയും പ്രത്യേകം ചാർജുകളാണ് ഈടാക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഡാമിലെ കാഴ്ചകളും മറ്റും ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 7 കിലോമീറ്ററിനുള്ളിൽ നമ്മൾക്ക് ഒരു പാർക്ക് അവൈലബിൾ ആണ്.
ഞങ്ങളങ്ങനെ ആ പാർക്കിലേക്ക് പോയി കുറച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫാമിലികൾക്കും ഗ്രൂപ്പുകൾക്കും ഒക്കെ നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹത്തയും അതിനോട് ഉൾപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളും. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഞങ്ങൾ ഈ പാർക്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.